السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയങ്കരായ സഹോദരന്മാരെ, സഹോദരികളെ, ഇടവ പാലക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന്റെ ഭാഗമായി മാനവ സമൂഹത്തിന്റെ സൗഹൃദത്തെയും ഐക്യത്തെയും മുൻനിർത്തിക്കൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ള ശ്രദ്ധേയമായ ഒരു മതസൗഹാർദ്ദ സമ്മേളന വേദിയിലാണ് ഞാനും നിങ്ങളും സന്നിഹിതരായിട്ടുള്ളത്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത വലമൊരുക്കുന്ന ബഹുമാന്യർ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ MLA, അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള മറ്റ് പല വ്യക്തികൾ, സ്വാമിജി, ഫാദർ, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഈ ഒരു സദസ്സ്. സ്വാമിജിയുടെ പ്രസംഗം അവസാനിച്ച ഭാഗത്ത് നിന്ന് എന്റെ പ്രഭാഷണം ആരംഭിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മതത്തെ ഗൗരവമായി പഠിച്ചിട്ടില്ലാത്തവരാണ് നമ്മളിൽ പല ആളുകളും. മതം പ്രശ്നമാണ് ലോകത്ത് എന്ന് പല ആളുകളും പറയേണ്ടി വന്ന സാഹചര്യങ്ങളുണ്ടായി. എന്താണ് യഥാർത്ഥത്തിൽ മതവും മതദർശനവും മതമൂല്യങ്ങളും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? സമ്മിശ്രമായ വികാരത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. മഹാഭാരത യുദ്ധവേളയിൽ ദുര്യോധനൻ ഗാന്ധാരിയോട് ചോദിച്ചു, അമ്മേ, നമ്മൾ ജയിക്കുമോ? ഗാന്ധാരിയുടെ മറുപടി, യഥോ ധർമ്മസ്തോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട് എന്നാണ്. എവിടെ മുസ്ലിം ഉണ്ടോ അവിടെ വിജയമുണ്ട്, എവിടെ ഹിന്ദു ഉണ്ടോ അവിടെ വിജയമുണ്ട്, എവിടെ ക്രിസ്ത്യാനി ഉണ്ടോ അവിടെ വിജയമുണ്ട്, എവിടെ നിരീശ്വരവാദി ഉണ്ടോ അവിടെ വിജയമുണ്ട് എന്നല്ല പറഞ്ഞു. എവിടെ സത്യമുണ്ടോ അവിടെ വിജയമുണ്ട്. നമ്മുടെ ഹൈക്കോടതി, എറണാകുളത്ത് ഹൈക്കോടതിയുടെ ആർച്ചിൽ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു സംസ്കൃത വാചകമാണ്, സത്യമേവ ജയതേ. അർത്ഥം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സത്യമേ ജയിക്കാവൂ, സത്യം മാത്രമാണ് ജയിക്കേണ്ടത്. അസത്യം എത്ര മനോഹരമായി അവതരിപ്പിച്ചാലും പ്രിയപ്പെട്ടവരെ, അത് അസത്യമാണ്. ഏതൊരു കുറ്റവാളിയെയും രക്ഷപ്പെടുത്താൻ അതിവിദഗ്ധമായി ഒരു വക്കീല് വാദിച്ചാൽ, ആ വാദം സോളിഡ് എവിഡൻസ് കൊണ്ട് അയാൾ തെളിയിച്ചാലും അസത്യത്തിന് തെളിവുണ്ടാക്കിയാൽ അസത്യം സത്യമാവുകയില്ല ലോകത്ത് ഒരിക്കലും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സ്വതന്ത്രമായ ചില അഭിപ്രായങ്ങൾ, മതരംഗത്ത് അടിച്ചേൽപ്പിക്കലുകൾ ഒരിക്കലുമില്ല. ഒരാളെ മേലും ഒരു മതവും അടിച്ചേൽപ്പിക്കാൻ പാടില്ല, ഒരു മതവും. അതാണ് മതത്തിന്റെ എല്ലാ ദർശനങ്ങളും. അതാണ് രണ്ട് വികാരം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, എനിക്കൊരു ദുഃഖമാണ്. രണ്ട്, എനിക്ക് അനൽപമായ ചാരിതാർത്ഥ്യവും സന്തോഷവും. ഈ രണ്ട് വികാരങ്ങൾ ഞാൻ വിശദീകരിക്കുന്നതോടുകൂടെ എന്റെ വിഷയം പൂർത്തിയാക്കും. പരിമിതമായ സമയമാണ് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സമയപരിധിയെ ഡെമോക്രസിന്റെ വാള് തലയിൽ തൂങ്ങുന്നതുപോലെ കണ്ടുകൊണ്ട് ആറ്റിക്കുറുക്കി അളന്ന് ക്ലിപ്തപ്പെടുത്തി നിങ്ങളുടെ മുമ്പിൽ ഒരു പാൽപായസം വിളമ്പുന്ന പോലെ നിങ്ങൾക്കത് എത്ര ഹൃദ്യമാകും എന്നതിനെ സംബന്ധിച്ച് എനിക്ക് ആശങ്കയുണ്ടെങ്കിലും അത് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മള് ടൗണിലൂടെ, ഹൈവേയിലൂടെ ഒരു വാഹനം പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ കൊല്ലത്ത് ഒരു പ്രഭാഷണത്തിന് വന്നപ്പോഴാണ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഒരു ആൾട്ടോ മാരുതി കാറിന്റെ ബാക്കിലെ ഡോറ് അടയ്ക്കാതെ ചാരി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് പൂർണ്ണമായി അടഞ്ഞിട്ടില്ല. 4 സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് അതിന്റെ പിന്നിൽ. അപ്പൊ നമ്മുടെ വാഹനം ഇങ്ങനെ കടന്നുപോയപ്പോ, അവര് മുന്നിൽ കടന്നുപോയപ്പോ ഞാൻ പറഞ്ഞു, എടാ, ആ ഡോർ അടച്ചിട്ടില്ലല്ലോ, സ്ത്രീകളാണ് അവിടെ ഇരിക്കുന്നത്, എന്തു സംഭവിക്കാം, ഒന്ന് വേഗം വിടാം.
ഈ ഒരു വികാരം എന്നെയും നിങ്ങളെയും പ്രേരിപ്പിക്കുന്ന വലിയൊരു വികാരമാണ്. ഒരു ഡോർ അടഞ്ഞിട്ടില്ലെങ്കിൽ അവന്റെ ജാതിയും മതവും നോക്കാതെ വാഹനത്തിന്റെ ഡോർ അടഞ്ഞിട്ടില്ല എന്നൊരു മെസ്സേജ് നമ്മൾ പാസ് ചെയ്യും. ഒരുപക്ഷെ നമ്മളെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തു പോകുന്ന ഒരു കൊട്ടേഷൻ പാർട്ടി ആയിരിക്കും. പക്ഷെ അപ്പോൾ പോലും നമ്മൾ സൈഡ് ഡോർ ലോക്ക് ചെയ്യാതെ പോയാൽ നമ്മളിത് പറയും. ഒരു ഫാമിലി സൈഡ് സ്റ്റാൻഡ് തട്ടാതെ ടൂ വീലർ ഓടിച്ചു പോകുമ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ല, അപകടം എന്ന് പറയും. അവിടെ ജാതിയില്ല, മതമില്ല, ദേശമില്ല, ഭാഷയില്ല, മനുഷ്യൻ അവൻ അപകടം പറ്റുന്നു എന്നതാണ് നമ്മുടെ വികാരം. തൊട്ട അയൽപ്പക്കത്തെ ബാബേട്ടന്റെ ഭാര്യയ്ക്ക് സ്റ്റൗ പൊട്ടി തീ പിടിച്ചാൽ ഞാൻ ഓടിച്ചെന്ന് വാഹനമെടുത്ത് അവരെ അതിൽ കയറ്റി വളരെ വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ മാധവേട്ടന് ഹിന്ദുവാണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ BJP ആണെന്നോ ഒന്നും ചിന്തിക്കാതെ ആ സ്ത്രീയെ പൊള്ളലേറ്റ, കാലിന് പൊള്ളലേറ്റ, ഗുരുതരമായ പൊള്ളലൊന്നുമില്ല എങ്കിലും ചീറിപ്പാഞ്ഞ് ഞാൻ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്നെ പ്രേരിപ്പിക്കുന്ന വികാരം എന്താണ്? അഗ്നിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള വികാരത്തെക്കാൾ ഉപരി മാനവികമായ ഒരു വികാരം എന്നിൽ രൂപപ്പെടുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അഗാധമായ ഒരു ശിക്ഷ, ഒരു അപകടം നമുക്ക് വരാനിരിക്കുന്നു. ഈ ഇരിക്കുന്ന നമുക്കും ഈ പ്രസംഗിക്കുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ വരാനിരിക്കുന്നു. ആ അപകടത്തെ കുറിച്ച് അറിഞ്ഞ ഒരാളാണ് ഞാൻ എന്ന് നിങ്ങൾ വിചാരിക്കും. ആ അപകടം നിങ്ങളുടെ തലയ്ക്ക് നേരെ വന്നു നിൽക്കുന്നു. എനിക്കറിയാം നിങ്ങളോടത് പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന്. പക്ഷെ ഞാനത് പറഞ്ഞില്ല. ആ അപകടത്തിൽ നിങ്ങൾ പെട്ടു. നിങ്ങളുടെ കുടുംബങ്ങളിൽ അധിക പേരും മരിച്ചു. ഭൂമിയിൽ നിന്ന് നാമാവശേഷമായി. അവശേഷിക്കുന്ന നിങ്ങൾ എന്നോട് ചോദിക്കും, അല്ലയോ പണ്ഡിത പ്രബോധക, നിങ്ങൾ ഈ വസ്തുത മനസ്സിലാക്കിയിട്ട് ഈ അപകടം മുൻകൂട്ടി അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു തന്നില്ല? നിങ്ങൾ ദുഷ്ടനാണ് എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് പറയില്ലേ? നിങ്ങൾ എല്ലാവരും പറയും. അപ്പൊ ഒരു വലിയ അപകടം വരാനിരിക്കുന്ന, ഒരു വലിയ അപകടത്തെ കുറിച്ച് മനസ്സിലാക്കാൻ, അത്യധ്വാനം ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു എളിയ ഇസ്ലാമിക പ്രബോധകനാണ്. എന്റെ പ്രിയങ്കരരായ സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ഈ മഹാപ്രപഞ്ചത്തിന്റെ തമ്പുരാൻ. മരണത്തെക്കുറിച്ച് മതം പേടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, മരണമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ എന്തിന്റെ ഭാഗമാണ്? ആർത്തുല്ലസിച്ച്, അട്ടഹസിച്ച്, തോന്നിയാസം നടത്തി, അധർമ്മങ്ങൾ പങ്കാളിയായി ജീവിക്കുമ്പോൾ ഇതാ നിനക്കൊരു മരണമുണ്ട്. മരണത്തിന് ശേഷം നീ ദൈവസന്നിധിയിലെത്തും. ആ ദൈവസന്നിധിയിൽ നിന്റെ ജീവിതത്തെക്കുറിച്ച് വിചാരണ ചെയ്യും. അങ്ങനെ ഒരു സദസ്സുണ്ട്. മതത്തിന്റെ എല്ലാ മതങ്ങളുടെയും കാതലായ വശം അതാണ്. സ്വർഗ നരകങ്ങളെ കുറിച്ച് ഒരു പരാമർശമുണ്ട്. മതവിശ്വാസം അവിടെയാണ്. മരണത്തിന് ശേഷം സ്വർഗമുണ്ടെന്നും മരണത്തിന് ശേഷം നരകമുണ്ടെന്നും വിശ്വസിക്കാത്ത ഒരു പ്രബല മതവും ലോകത്ത് ഇന്ന് വരെ കഴിഞ്ഞു പോയിട്ടില്ല. ഒരു മതവും. ഇത് നമ്മൾ മനസ്സിലാക്കിയപ്പോഴാണ് ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്ത്, ഈശാവാശുപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, കഠോപനിഷത്ത്, ശ്വേതരോപനിഷത്ത്, തൈത്തിരീയോപനിഷത്ത്, അങ്ങനെ എക്സെട്ര ധാരാളം ശ്രുതികളും സ്മൃതികളും 2 അപ്പൊ ഈ വേദസംഹിതകൾ, ഉപനിഷത്തുകൾ, ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു ലോകത്താണ് ഹൈന്ദവനും മുസ്ലിമും എല്ലാം ജീവിക്കുന്നത്. ഞാൻ വളരെ ആത്മാർത്ഥമായി ചോദിക്കുന്നു, ഇവിടെ എന്റെ പ്രസംഗം കേൾക്കുന്ന കുറെ മുസ്ലിങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനാണ് ലോകത്തിന്റെ മോചന ഗ്രന്ഥം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. മാനവരാശിക്ക് ദൈവം നൽകിയ ദൈവപ്രോക്ത ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. ആ വേദഗ്രന്ഥം പഠിക്കാത്തവരാണ് ഇവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ. ഇതെനിക്ക് പറയേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. പ്രവാചക അധ്യാപനമല്ല, സൂഫിയുടെ അധ്യാപനമാണ് ബഹുമാന്യനായ സ്വാമിജി. പ്രവാചകന്റെ അധ്യാപനമല്ല ഞാൻ പറയുന്നത്, സൂഫിയുടെ അധ്യാപനമാണ് എന്ന് പറയാനുള്ള കാരണം, പ്രവാചകൻ അങ്ങനെ പറഞ്ഞോ ഇല്ലേ എന്ന് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ്. പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. സൂഫി പറഞ്ഞതൊന്നും പ്രവാചകൻ പറഞ്ഞതല്ല. സൂഫി പറഞ്ഞതൊക്കെ വേറെയാണ്. പ്രവാചകൻ പറഞ്ഞത് വേറെയാണ്, സൂഫി പറഞ്ഞത് വേറെയാണ്. ഞാനത് പറയുന്നത് അതുകൊണ്ടാണ് സ്വാമിജി സൂക്ഷ്മത പുലർത്തിയത്. അതൊരറിവാണ്, അപാരമായ ഒരറിവാണ്. അറിവില്ലാത്തതിനെ അവരുമായി ചേർത്ത് പറയാതിരിക്കുക എന്നത് അറിവിന്റെ ഏറ്റവും പ്രധാനമായ കാര്യങ്ങളിൽ ഒന്നാണ്. സ്വാമിജിയെ ഞാൻ ആദരിക്കുന്നു ആ വിഷയത്തിൽ. അപ്പൊ പ്രവാചകന്റെ വചനവും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും അനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തേണ്ടവനാണ് ആര്? യഥാർത്ഥത്തിൽ ആര്? ഒരു മുസ്ലിമായ മനുഷ്യൻ. ഇവിടെ ജീവിക്കുന്ന ഹൈന്ദവരോട് വളരെ ഹൃദയത്തെ തട്ടിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു, സ്നേഹത്തോട് ചോദിക്കുന്നു,
വേദഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ച മതമാണോ നാം ഇവിടെ ആചരിക്കുന്നത്? വേദം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ദൈവവിശ്വാസമാണോ ഞാനും നിങ്ങളും ജീവിതത്തിൽ അനുവർത്തിക്കുന്നത്? ഫാദർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ബഹുമാന്യനായ. ബൈബിൾ ഇപ്പോ ഒറിജിനൽ നമ്മുടെ കൈകളിലുള്ള ബൈബിൾ, അത് പറഞ്ഞ പ്രകാരമുള്ള ദൈവവിശ്വാസമാണോ ക്രൈസ്തവ ലോകം ആചരിക്കുന്നത്, മുസ്ലിങ്ങൾ ആചരിക്കുന്നത്? നിങ്ങൾ ശരിക്ക് പഠിച്ചാൽ ഞെട്ടലോടുകൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ല എന്ന വസ്തുത. വളരെയേറെ ഗുരുതരമായ ഒരു രോഗം ബാധിച്ച ഒരു രോഗിക്ക് അറിയപ്പെട്ട ഒരു ഡോക്ടർ മരുന്നെഴുതി, കൃത്യമായി രോഗം പഠിച്ച് നിർണയിച്ച് എല്ലാ രോഗത്തിന്റെ കാരണങ്ങളും പഠിച്ച് കൃത്യമായ തെളിവെടുത്തിട്ട് മരുന്നെഴുതി. പ്രിയപ്പെട്ടവരെ, ആ രോഗിയെ ഡോക്ടർ 5 മാസം കഴിഞ്ഞ് പരിശോധിച്ചപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത, ഡോക്ടർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ രോഗത്തിന് മരുന്നല്ല അയാൾ കുടിക്കുന്നത്. രോഗം അധികരിപ്പിക്കുകയും നശിച്ചു പോവുകയും ചെയ്യുന്ന മറ്റൊരു മരുന്നാകുന്നു രോഗി കുടിക്കുന്നത് എന്നറിയുമ്പോൾ ഡോക്ടർക്ക് എത്രമാത്രം ദുഃഖം ഉണ്ടാവും. പരീക്ഷാ കൺട്രോളർ അവരുടെ നിയന്ത്രണത്തിൽ പരീക്ഷ പേപ്പർ തയ്യാറാക്കി. SLC പരീക്ഷ വരിക. ഏത് കുട്ടിയും, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൈനൻ, ബൗദ്ധൻ, സിഖ്, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. SSLC പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു കുട്ടിയും മാത്തമെറ്റിക്സിന്റെ തിയറി അനുസരിച്ച്, അതിന്റെ നിയമം അനുസരിച്ച് അതിൽ വന്നിട്ടുള്ള ചോദ്യത്തിന് ആൻസർ ചെയ്താലേ വിജയിക്കുള്ളൂ. അവൻ മറ്റെന്തെങ്കിലും ഭംഗിയായി എഴുതി എന്ന് വിചാരിക്കുക, വരാത്ത 10 ക്വസ്റ്റ്യന് വളരെ ഗംഭീരമായി അവൻ ആൻസർ എഴുതിയാലും ആ പരീക്ഷയിൽ അവൻ ജയിക്കാൻ പോകുന്നില്ല. ഇത് പ്രകൃതിയിലെ ഒരു വസ്തുതയാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഓഫീസിന്റെ നിയമം അനുസരിച്ച് ജോലി ചെയ്താലേ ശമ്പളമുള്ളൂ, അംഗീകാരമുള്ളൂ. മറ്റൊരു സ്ഥലത്ത് പോയി വേറൊരാളുടെ ഇഷ്ടത്തിനൊത്ത് ജോലി ചെയ്താൽ കൂലി ഇവിടെ വന്ന് വാങ്ങുക എന്നത് മനുഷ്യബുദ്ധിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. ഈ ക്ഷേത്രത്തിന്റെ ഒരു പണി ഏൽപ്പിച്ചിട്ടുള്ള ഒരു തച്ചുശാസ്ത്രം അറിയാവുന്ന ഒരു പെരുന്തച്ഛൻ നിങ്ങൾ കരുതിക്കോളൂ, അയാൾ മറ്റൊരു ക്ഷേത്രത്തിൽ പോയി പണിയെടുത്ത് കൂലി വാങ്ങാൻ ഇവിടെ വന്നാൽ നിങ്ങൾ കൂലി കൊടുക്കുന്നു. നമ്മൾ വൈകാരികതകൾക്കപ്പുറത്ത് ജീവിതത്തെ കുറിച്ച് ശരിക്കും ആലോചിക്കുമ്പോൾ ദൈവം പഠിപ്പിച്ചു എന്ന് ഉറപ്പുള്ള, ദൈവം പഠിപ്പിച്ചതനുസരിച്ച് പൂരിപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണോ എന്റേതും നിങ്ങളേതും? അല്ല എങ്കിൽ നമ്മൾ എത്ര നിഷേധിച്ചാലും, നമ്മൾ എത്ര ലാഘവബുദ്ധിയോടുകൂടി കണ്ടാലും, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചല്ല നമ്മൾ ജീവിച്ചതെങ്കിൽ ദൈവത്തിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. മരണം ആർക്കും നിഷേധിക്കാനാവാത്ത മരണം, ആരുടെ ഭവനങ്ങളിലും കടന്നു വരുന്ന മരണം, ജാതി മതഭേദമെന്നെ മനുഷ്യനെ പിടികൂടുന്ന മരണം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ആലോചിക്കാറുണ്ട്, മരണം കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമ്മൾ എന്താ? പല ആളുകളും മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലെന്ന് പറയും. അവർക്ക് വാദിക്കാൻ അവകാശമുണ്ട്, അവർക്ക് വാദിക്കാം. പക്ഷെ അത് ഏതുപോലെ എന്ന് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. അത് ഏതുപോലെയാണ്? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഗർഭപാത്രത്തിൽ ഒരു കുട്ടി വളരുന്നു. ഏതൊരു മാതാവിന്റെ, ശ്രീമതി ടീച്ചറുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞു വളരുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. 8 മാസം പ്രായമായി, ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ കുട്ടി ഭൂമി ലോകത്തേക്ക് വരും. 8 മാസം ഗർഭപാത്രത്തിൽ പ്രായമായ ഒരു കുട്ടിയോട് ഭൂമി ലോകത്ത് ജീവിച്ച് തഴക്കവും പഴക്കവുമുള്ള 50 വയസ്സുള്ള മാധവേട്ടൻ, അതൊരു സങ്കല്പമാണ്, നിങ്ങൾ കേൾക്കണം. ഈ കുഞ്ഞിൻ ഇരിക്കുന്ന ഗർഭപാത്രത്തിൽ ചെന്നിട്ട് പറയുന്നു, മോനെ, ഒരാൺകുട്ടി ഇങ്ങനെ ജനിക്കാൻ പോകുന്നത്, മോനെ, ഈ പൊക്കിൾക്കൊടിക്കപ്പുറത്ത് മാതാവിന്റെ ഉദരത്തിനും ആന്നയോ കോറിയോൺ പാടയുടെ ഈ 3 ഇരുട്ടറുകൾക്കുള്ളിൽ അനന്ത വിസ്തൃതമായ ആകാശം എന്ന ഒരു ലോകം, ഭൂമി എന്ന ഒരു ലോകം, സാഗരങ്ങൾ, കാട്ടാറുകൾ, കാനനങ്ങൾ, ആർത്തിരമ്പുന്ന തിരമാലകൾ, അതുപോലെ ഏകകോശ ജീവിയായ ഹമീ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലം വരെയുള്ള വലിയൊരു ജീവവർഗമുള്ള വിശാലമായ ഒരു ലോകത്തിലേക്കാണ് 1 മാസവും കൂടെ പിന്നിട്ടാൽ മോനെ നീ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പോകുന്നത് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. നിങ്ങൾ ശരിക്കും സങ്കല്പിക്കണം. അങ്ങനെ ഈ കുട്ടി നിഷേധിക്കുന്നു, 8 മാസമായി ഞാൻ മാതാവിന്റെ ഗർഭപാത്രത്തിലാണ്, ഇതിനപ്പുറത്തൊരു ലോകമോ, ഇതിനപ്പുറത്തൊരു ലോകമോ, ഞാൻ 8 മാസമായി ഈ പൊക്കിൾക്കൊടിയിൽ കിടന്ന് തിരിയുന്നു, ആകാശമോ, ഈ ഗർഭപാത്രത്തെക്കാൾ വിശാലമായ ഒരു ലോകമോ? എന്നിട്ട് ആ കുട്ടി ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു, നമ്മുടെ നാട്ടിലെ നിരീശ്വരവാദികളും യുക്തിവാദികളും ചോദിക്കുന്ന ഒരു ചോദ്യം, മരിച്ചുപോയ ആരെങ്കിലും തിരിച്ചു വന്ന് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലേ? എല്ലാ യുക്തിവാദികളും ചോദിക്കുന്ന അവരോട് ഞാൻ ചോദിക്കുന്നു, ഈ ഗർഭപാത്രത്തിലെ കുട്ടി ഭൂമിയും ആകാശവും പർവ്വതവും സാഗരവും സ്കൂളും കോളേജും ഹോസ്പിറ്റലും എല്ലാമുള്ള ഈ ഭൂമിയെ നിഷേധിച്ചാൽ, ആ നിഷേധം കൊണ്ട് മാത്രം ഗർഭപാത്രമല്ലാത്ത ഒരു ലോകത്തേക്ക് കുട്ടി വരാതിരിക്കുന്നു? കുട്ടി വരും, നിശ്ചയം.
കുട്ടി വന്നിരിക്കും. അവൻ നിഷേധിച്ചാലും ദൂതനെ നിഷേധിച്ചാലും അമ്മയുടെ ഗർഭപാത്രം പിളർന്ന് അല്ലെ ആ പൊക്കിൾക്കൊടിയിൽ നിന്ന് തീർച്ചയായും അമ്മ ആ കുഞ്ഞിനെ പുറംലോകത്തേക്ക് തള്ളുക തന്നെ ചെയ്യും. യാതൊരു സംശയവുമില്ല. അപ്പൊ നിഷേധിച്ചു എന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ലോകമില്ല എന്നല്ല. 8 മാസം ഗർഭപാത്രത്തിൽ കൂടിയ ഒരു കുട്ടി പുതിയൊരു ലോകത്തേക്ക് വന്നു. ഇനി മരണത്തിന് ശേഷം ഒരു ലോകമില്ലെന്ന് പറയാൻ തെളിവില്ല, ഉണ്ട് എന്ന് പറയാൻ മാത്രമേ തെളിവുള്ളൂ. വേദങ്ങൾ മുഴുവനും അത് പറഞ്ഞു. ശ്രീമദ് ഭഗവത്ഗീത, മഹാഭാരതത്തിലെ ഭീഷ്മപർവം മുതൽ ആരംഭിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത അഥവാ 25-ാം അധ്യായം മുതൽ 42 വരെ നീണ്ടുകിടക്കുന്ന 18 അധ്യായമുള്ള ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം ഞാൻ തെളിവുകളാണ് പറയുന്നത്. 37-ാമത്തെ സൂക്തത്തിൽ പറയുന്നു, അർജുനൻ യുദ്ധം ചെയ്യാതെ പകച്ചു നിന്നു. അർജുനൻ പറഞ്ഞു, ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യില്ല. ദ്രോണാചാര്യർ, ഭീഷ്മാചാര്യർ, കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ ഇല്ല, അതുകൊണ്ട് ഞാൻ അവരോട് യുദ്ധം ചെയ്യില്ല, അവർക്ക് എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. ആ സമയത്ത് ശ്രീകൃഷ്ണൻ പറയുന്ന വാക്കുകൾ, ഹതോവാ പ്രാപ്സ്യസി സ്വർഗം ജിതോവാ ബോക്ഷസി മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. അല്ലയോ അർജുന, കുന്തിപുത്ര, നീ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ സ്വർഗം, നിനക്ക് സ്വർഗത്തിൽ പോകാം. കണ്ടോ, നിനക്ക് സ്വർഗത്തിൽ പോകാം. അടുത്ത ജന്മത്തിൽ നീ ബ്രാഹ്മണനായി ജനിക്കും, ക്ഷത്രിയനായി ജനിക്കും, ശൂദ്രനായി ജനിക്കും, പന്നിയായും ചണ്ടാലനായും ജനിക്കുമെന്ന് ചാന്തോക്കത്തിന് ശുദ്ധത്തിൽ പറഞ്ഞിട്ടില്ല. മറിച്ച് നീ സ്വർഗത്തിൽ പോകും. വ്യക്തമാണ്, നീ സ്വർഗത്തിൽ പോകും. ഇനി നീ ജയിച്ചാലോ നിനക്ക് ഈ രാജ്യം അനുഭവിക്കുകയും ആവാം. രണ്ടായാലും കുന്തിപുത്ര, യുദ്ധത്തിന് സന്നദ്ധനായി നീ ഇറങ്ങൂ എന്ന് ശ്രീകൃഷ്ണൻ പറയുമ്പോൾ ആ സ്വർഗം എന്നതാണ്. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, ആ സ്വർഗം എന്നതാണ്. നരകത്തെ കുറിച്ച് പറയുന്ന വേദത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഋഗ്വേദത്തിന്റെ 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിനുള്ളത്. 10 മണ്ഡലങ്ങൾ. ഈ 10 മണ്ഡലങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഈ 10 മണ്ഡലങ്ങളിൽ 1000 ചില്ലാനം വരുന്ന സൂക്തങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും. വേറെയും കുറെ അഭിപ്രായ ഭിന്നതകളുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഞാൻ പറയുന്നത് 10 മണ്ഡലങ്ങളുള്ള ഋഗ്വേദത്തിലൂടെ നിങ്ങൾ കടന്നുപോയാൽ ലോകത്തിന്റെ ഒരു സൃഷ്ടാവിനെ കുറിച്ചും സ്വർഗ നരകങ്ങളെ കുറിച്ചും പറയുന്ന പരാമർശങ്ങൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഇപ്പൊ നരകത്തെ കുറിച്ച് പറയുന്ന അന്തം തമഹ പ്രപിശംസിയേ സംപൂത്യമുപാസതേ തതോഭൂയ ഇവദേയഹു സംപൂത്യമരദഹ. ഈശാവാശോപനിഷത്തിലെ 12-ാമത്തെ ശ്ലോകമാണ്. സ്വാമിജി, എന്റെ ഉച്ചാരണത്തിൽ ഞാനൊരു മുസ്ലിമാണ്, ഞാൻ വേദം പഠിച്ച ആളല്ല. പക്ഷേ ഹതോവ പ്രാപ്സ്യസി സ്വർഗം ഇവിടെ പറയുന്നത് അന്തം തമഹ പ്രപിശംസിയേ സംപൂത്യമുപാസതേ തതോഭൂയ ഇവദേയഹു സംപൂത്യമരദഹ. ഈശ്വരനല്ലാത്ത, ദൈവമല്ലാത്ത ശക്തികളെ, സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥനല്ലാത്ത മറ്റ് ശക്തികളെ, ദേവിയാവട്ടെ ദേവനാവട്ടെ പിതൃമാനവാദികളെ ആരാധിച്ചവൻ ഘോരാന്ധകാരമായ നരകത്തിൽ പതിക്കുന്നു എന്ന് പറയും. സാക്ഷാൽ ദൈവത്തെ അല്ലാതെ അവന്റെ സൃഷ്ടികളെ ആറ് വണങ്ങിയോ ആരാധിച്ചുവോ അവർ നരകത്തിൽ പോകുമെന്ന് പറയുന്നു. ഇതേ വാചകം ബൈബിളിലുണ്ട്, ഇതേ വാചകം ഖുർആനിലുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഈ 3 വാചകങ്ങളും ഈ 3 ഗ്രന്ഥങ്ങളിൽ എങ്ങനെ വന്നു? ഈ 3 വാചകങ്ങളും ദൈവികമാണ്. പിന്നെ പല ഗ്രന്ഥങ്ങളിലും മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ദൈവം അവതരിപ്പിച്ചു എന്ന് ഉറപ്പുള്ള, ഇപ്പൊ നോക്കൂ, ഈ ആൽമരം, ഇതിന്റെ കുരു മുതൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഇതിന്റെ എൻഡ് വരെ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇതിനാവശ്യമായ വെള്ളവും വളവും നൽകുന്ന, അത് ഒബ്സർവ് ചെയ്യാൻ ആവശ്യമായ കഴിവ് ഈ വൃക്ഷത്തിന് നൽകിയ ഒരു സൃഷ്ടാവ്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാറ്റിനെയും സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വരൻ. ഇപ്പൊ സാധാരണഗതിയിൽ മതസമ്മേളനങ്ങളിലെല്ലാം ഗൗരവമായി പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെല്ലാം ഏകദൈവ വിശ്വാസികളാകുന്നു എന്നുള്ളതാണ്. ആണോ? നമ്മളെല്ലാവരും ഏകദൈവ വിശ്വാസികളാണ് ആണ് എന്ന് നമ്മളൊക്കെ പറയുന്നത്. ഏകദൈവത്തെ ആരാധിക്കുന്നവരാണോ നമ്മൾ? പരിശോധിക്കപ്പെടേണ്ട വസ്തുതയാണ്. ഇവിടെ ഞാൻ നിങ്ങളുടെ ഈ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ എന്റെ സമയം അവസാനിക്കുന്നതിന് മുമ്പായി നിങ്ങളെ ധരിപ്പിക്കുന്ന, അതെന്റെ ബാധ്യതയാണ്. അത് പറയൽ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. കാരണം ഈ മതസൗഹാർദ്ദ സമ്മേളനം ദൈവസന്നിധിയിൽ ഹാജരാക്കപ്പെടുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങളെല്ലാം ഈ സദസ്സിൽ ഇരുന്നിട്ടും വസ്തുത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതിരുന്നാൽ ദൈവശിക്ഷ ഏറ്റുവാങ്ങുന്നവർ നിങ്ങളിൽ ഉണ്ട് ഭാവിയിലെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നെ ചൂണ്ടി ചോദിക്കും, അല്ലയോ ഇസ്ലാമിനെ പ്രതികരിച്ച പണ്ഡിത,
അങ്ങ് വസ്തുത മനസ്സിലാക്കിയിരുന്നുവല്ലോ, ദൈവസന്നിധിയിൽ നടക്കാനിരിക്കുന്ന രക്ഷാശിക്ഷകളെ കുറിച്ച് പറഞ്ഞിരുന്നുവല്ലോ, അങ്ങ് എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ലെന്ന് നാളെ നിങ്ങൾ എന്റെ നേരെ വിരൽ ചൂണ്ടാതിരിക്കാൻ എന്റെ ബാധ്യതാ നിർവഹണമാണ്. ഈ പ്രപഞ്ചത്തിനൊരൊറ്റ ദൈവമേ ഉള്ളൂ എന്ന വസ്തുത നാം വാശിക്ക് വേണ്ടിയല്ല, വാദിക്കാനല്ല, ജയിക്കാനല്ല. ഞാൻ നോക്കൂ, ശ്രീനാരായണ ഗുരുവിനെ ഓർക്കുന്ന ഒരു നാടാണിത്. ആലുവ കടപ്പുറത്ത് മതസൗഹാർദ്ദ സമ്മേളനത്തിൽ ശ്രീനാരായണ ഗുരു എഴുതി വെച്ച വാചകം എന്തെന്നറിയോ? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ എന്ന വല്ലാത്ത ഒരു മുദ്രാവാക്യം. വാദിക്കാനും ജയിക്കാനും അല്ല ഞാൻ ഈ പറയുന്നത്, അറിയിക്കാനാണ്, അറിയാനാണ്. അറിയാനുള്ള നിങ്ങളുടെ താല്പര്യത്തെ, അറിയിക്കാനുള്ള എന്റെ അഭിവാഞ്ഛയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. ഏതൊരു കുട്ടിയുടെ വേദനയും നമ്മുടെ വേദനയാണ്, ഏതൊരു മനുഷ്യന്റെ വേദനയും നമ്മുടെ വേദനയാണ്, ഏതൊരു സഹോദരനും ഉണ്ടാകുന്ന രോഗം നമ്മുടെ വേദനയാണ്. ഏതൊരു സഹോദരനും ദൈവത്താൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷത്തെ നമുക്കൊരിക്കലും സഹിക്കാനാവാത്തതാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ നോക്ക്, ഈ ക്ഷേത്ര മുറ്റത്ത് നമ്മളൊക്കെ നിൽക്കുന്നു. ഒന്ന് ആകാശത്തിലേക്ക് നോക്ക് നിങ്ങൾ. ഒരുപക്ഷെ നക്ഷത്രങ്ങളെ കാണാം. ആകാശം സൃഷ്ടിച്ചതാരാണ്? വേറെ ചോദ്യമൊന്നും ഞാൻ ഒരു ദൈവത്തെയും നിങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കുന്നില്ല. സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥനെ നിങ്ങളോട് ഞാൻ ചോദിക്കാം, ആരാണ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത്? ആരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്? ഇത് വല്ലാത്ത ഒരു തത്വമാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആരെയാണ് പ്രിയപ്പെട്ടവരെ ആരാധിക്കേണ്ടത്? ആരാധനക്കർഹനായി ആരാണോ അവനെയാണ് ആരാധിക്കേണ്ടത്. ഈ പോയിന്റിൽ നമ്മളൊക്കെ യോജിക്കും. ആരാധന ആർക്കാണ്? ആരാധനക്കാരാണോ അർഹൻ അയാൾ. വ്യാജനായ ഒരു ഡോക്ടറെ നമ്മൾ അംഗീകരിക്കും, ഒറിജിനലായ ഒരു ഡോക്ടറെ. 500-ലധികം വ്യാജ ഡോക്ടർമാരുണ്ട് എന്ന് ഈ അടുത്ത കാലത്ത് നമ്മൾ പത്രത്തിലൂടെ വായിച്ചു. എല്ലാ രംഗത്തും വ്യാജന്മാരുണ്ട്, ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ്. സാക്ഷാൽ ഈശ്വരൻ ആരാണ്? ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും സകല 714 കോടി മനുഷ്യരുണ്ട് ഈ ലോകത്ത്. 714 കോടി മനുഷ്യർ. ഈ മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വരൻ ആരാണ്? വിശുദ്ധ ഖുർആൻ. ലോകത്തിന്റെ മുമ്പിൽ ഞാനൊരു മുസ്ലിമാണ്, ഇസ്ലാമിനെ പ്രദാനം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ കഴിയും. കാരണം ഖുർആനിൽ 20-ലധികം സ്ഥലത്ത് മനുഷ്യരെ എന്നാണ് വിളിച്ചത്. യാ അയ്യുഹന്നാസ്. അല്ലയോ മുസ്ലിങ്ങളെ എന്നൊരു വിളി ഖുർആനിലില്ല. അല്ലയോ അറബികളെ എന്നൊരു വിളി ഖുർആനിലില്ല. അല്ലയോ ഇന്ത്യക്കാരെ എന്നൊരു വിളി ഖുർആനിലില്ല. അല്ലയോ മനുഷ്യരെ. കണ്ടോ, രാജ്യവും ലോകവും അതിർവരമ്പുകളും ഭാഷയും ഗോത്രങ്ങളും കടന്നുള്ള വല്ലാത്തൊരു വിളി. അല്ലയോ പാശ്ചാത്യരെ എന്നല്ല. അല്ലയോ അറബികളെ എന്ന് പറഞ്ഞാൽ അത് സങ്കുചിതമാണ്, വർഗീയതയാണ്. അല്ലയോ ഹൈന്ദവരെ എന്ന് പറഞ്ഞാൽ വർഗീയതയാണ്. അല്ലയോ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ വർഗീയതയാണ്. മറിച്ച് വിശുദ്ധ ഖുർആനിൽ ദൈവം മനുഷ്യരെ വിളിക്കുന്നത് അല്ലയോ മനുഷ്യരെ. കണ്ടോ, അല്ലയോ മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ ഒരച്ഛന്റെ ഒരമ്മയുടെ മക്കളാണ്. ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ ഓർത്താൽ ഒരൊറ്റത്തറവാട്ടുകാർ നാം. നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തൻമുന്തിരിക്കൊത്ത മനുഷ്യവർഗം. ഒരച്ഛന്റെയും ഒരമ്മയുടെയും മക്കളാണ് നമ്മളൊക്കെ. നമ്മൾ എങ്ങനെ ഭിന്നിച്ചുപോയി? എന്നും മതസൗഹാർദ്ദം പ്രസംഗിച്ച് പിരിയാനാണ് നമ്മുടെ അവസ്ഥ. പക്ഷേ ഒന്നിച്ച് ജീവിക്കാൻ, ഒന്നിച്ചൊരേ ദൈവത്തെ ആരാധിക്കാൻ തമ്മിൽ തല്ലുകൂടാത്തൊരവസ്ഥ ഇവിടെ എങ്ങനെ ഉണ്ടാവും? അടിസ്ഥാനപരമായ ഐക്യട്ടോ, വാക്കിലും എഴുത്തിലും മാത്രമുള്ള താൽക്കാലികമായ ഐക്യമല്ല, നാവിലും പേനത്തുമ്പിലും മാത്രമുള്ള ഐക്യമല്ല, ഹൃദയത്തിൽ നിന്ന് തുറന്ന് ഇതെന്റെ സഹോദരനാണ്, ഇത് എന്റെ അച്ഛന്റെ അമ്മയുടെ മക്കളാണ്, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരാണ്, ഒരു ദൈവത്തിന്റെ അടിമകളാണ്, ഒരേ വായു ശ്വസിച്ച്, ഒരേ വെള്ളം കുടിച്ച്, ഒരേ സൂര്യന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങി, ഒരേ ചന്ദ്രന്റെ നിലാവലകൾ ഏറ്റുവാങ്ങി ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും ഒരു സൃഷ്ടാവിന്റെ അടിമകളാണ് എന്ന ബോധത്തിലേക്ക് മതം മനുഷ്യനെ കൊണ്ടുവന്നു. വിശുദ്ധ ഖുർആൻ 49-ാം അധ്യായം 13-ാമത്തെ വചനം ഒന്ന് കേട്ടോളൂ നിങ്ങൾ. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശൂബൻ വകബഈല ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളുടെ ഗോത്രങ്ങളും വർഗങ്ങളുമൊക്കെ തിരിച്ചിട്ടുള്ളത് എന്തിനാണ്? ലിതഅറഫു, പരസ്പരം തിരിച്ചറിയാനാണ്. വ്യത്യസ്ത ഗോത്രങ്ങൾ അഡ്രസ് അയച്ചാൽ രാമന്റെ വിലാസത്തിൽ ഇന്ന സ്ഥലം എന്ന് അയച്ചാൽ അയാൾക്ക് കത്ത് കിട്ടണം. പിന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ ആരാ ഉത്തമൻ? വല്ലാത്തൊരു പോയിന്റ് ആട്ടോ വേദഗ്രന്ഥം പറയും. ദൈവസന്നിധിയിൽ വെളുത്തവൻ, കറുത്തവൻ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, അങ്ങനെ അറേബ്യക്കാരൻ, പണക്കാരൻ, പണിക്കാരൻ, കറുത്തവൻ, വെളുത്തവൻ ഇല്ല. ദൈവസന്നിധിയിൽ ഏറ്റവും ആദരിക്കപ്പെട്ടവൻ ദൈവത്തെ ഭയപ്പെട്ട് ഭക്തി നിർഭരമായി ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു തണ്ണീർ എന്ന് പറഞ്ഞിട്ടില്ലേ?
ഇല്ലേ? ദുരവസ്ഥ കുമാരനാശാനം മറന്നിട്ടില്ലേ നമ്മൾ കേരളീയർ? നേരത്തെ ഇവിടെ ഫാദർ ഉദ്ധരിച്ച ഒരു ഭാഗം, സോദരർ തമ്മിലെ പോരൊരു പോരല്ല, സൗഹൃദത്തിന്റെ കലങ്ങി മറിയലാം. എന്തിനു ഭാരതരെ കരയുന്നു, സ്വാതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ് ധായേ എന്ന് ബി ആർ അംബേദ്കറിന്റെ ചരിത്രങ്ങളൊക്കെ പറയുന്നിടത്ത് രേഖപ്പെടുത്തുന്ന പിന്നെ അയ്യപ്പന്റെയും അതുപോലെ ഒരുപാട് കവികളുടെയും ജാതീയത ഈ നാടിനെ വരിഞ്ഞു മുറുക്കിയ സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചിരുന്നു. ഈ സ്ഥിതിവിശേഷങ്ങളുടെ ഒക്കെ നടുവിൽ നോയ്സി വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേലയുടെ ഗ്രന്ഥമാണ്. 27 സംവത്സരങ്ങൾ വെള്ളക്കാരന്റെ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നത് ഞാൻ വ്യഭിചരിച്ചിട്ടല്ല, നാട്ടു നടപ്പ് തെറ്റിച്ചിട്ടല്ല, എന്റെ തൊലി കറുത്തുപോയ കാരണം കൊണ്ടാണ് എന്ന് പറയുന്ന അവസ്ഥാവിശേഷങ്ങൾ. മനസ്സിലായില്ലേ? അത്തരമൊരു അവസ്ഥാവിശേഷത്തിൽ നിന്ന് ദൈവം മനുഷ്യരെ വിളിക്കുകയാണ്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് മനുഷ്യരെ നിങ്ങളൊക്കെ. കണ്ടോ, ഞാനും നിങ്ങളൊക്കെ സഹോദരങ്ങളാണ്. നമ്മളെല്ലാം ഇപ്പൊ നോക്കുക, എന്റെ മൂക്കിലൂടെ പോകുന്ന ഉച്ഛ്വാസവായു ശ്വാസവായുവായി നിങ്ങൾ സ്വീകരിക്കുന്നു. എന്തൊരു അനുഗ്രഹമാണ്! ഒരേ സൂര്യൻ, ഒരേ ചന്ദ്രൻ, ഒരേ ഭൂമി, ഒരേ ദൈവം. ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വന്നാൽ നമുക്കിടയിൽ ബാബരി മസ്ജിദ് ഇഷ്യൂ ഇല്ല, വർഗീയതയില്ല, കുരിശു പ്രശ്നങ്ങളില്ല, ദേവീ ദേവ സങ്കല്പങ്ങളില്ല, ഒന്നില്ല. സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ. അതിന് നമ്മൾ മനോഹരമായി മനസ്സിലാക്കേണ്ട വേദത്തിലെ 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാ വേദങ്ങളും മനുഷ്യരോട് പറഞ്ഞത് നിങ്ങളൊക്കെ വേറെ വേറെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കി വേറെ വേറെ ആരാധനാലയമായി പോയിക്കൊടൂ എന്നല്ല. അത് നിലനിന്നോട്ടെ, അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ അടിസ്ഥാനപരം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും തുല്യ പങ്കാളിത്തമാണ്. ലോകത്ത് എവിടെ നോക്കിയാലും മതസ്വാതന്ത്ര്യം ആ നിലക്കുണ്ട്. മതമറിയാത്തവർ മതസമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് കാലവും നിങ്ങൾ എനിക്ക് അവസരം തരികയാണെങ്കിൽ ഈ സമൂഹത്തിൽ, ഇസ്ലാമിക സമൂഹത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങൾ വേദഗ്രന്ഥത്തിൽ നിന്നുകൊണ്ട് മാത്രമായി, എന്റെ വകയായി ഒന്നും പറയാതെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു. ഞാൻ പറയുന്നത് നമുക്കൊന്നാകണം, കലാപങ്ങളില്ലാതാകണം, അനവധി സ്ത്രീകളുടെ ദീനരോധനങ്ങളില്ലാത്തൊരു നാട് വേണം, പാവപ്പെട്ട കുട്ടികൾ അനാഥരാകുന്ന അവസ്ഥകളില്ലാതാകണം, ഹിന്ദുവും മുസ്ലിമും തമ്മിൽ തല്ലുന്ന അവസ്ഥകളില്ലാതാകണം. ഹൃദയത്തെ തട്ടി പറയാൻ ഉള്ളും പുറവും, ഉള്ളിൽ വേറൊന്നും പുറത്തു വേറൊന്നും ശീലിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പറയാൻ, നിങ്ങളോട് മുഴുവനും പറയാൻ, ഒറ്റ ദൈവം എന്ന മഹത്തായ ഒരു സങ്കല്പമുണ്ട്. സൂര്യനെ നമുക്ക് സൃഷ്ടിച്ചു തന്നത് ഒറ്റ ചോദ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് വിശദീകരിച്ചു തരാം. നരവംശ ശാസ്ത്രജ്ഞന്മാർ ഈ ഭൂമിയിൽ മനുഷ്യർ വന്നിട്ട് എത്ര കാലം നിങ്ങളൊന്ന് പരിശോധിക്കും. വളരെ ലളിതമായ ഒരു പഠനം. മതം ഗൗരവമായി പഠിക്കണം എന്ന സ്വാമിജിയുടെ വാക്കിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ചു, മനുഷ്യവാസം ഈ ഭൂമുഖത്തില്ലാത്തൊരു കാലം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇതുപോലെ ക്ഷേത്രങ്ങളില്ല, പള്ളികളില്ല, കാബയില്ല, ഇല്ല, മധുരൈ മീനാക്ഷി ക്ഷേത്രമില്ല, ഗുരുവായൂരപ്പനില്ല, ഒന്നുമില്ല, ശബരിമല ശാസ്താവില്ല, വേളാങ്കണ്ണി മാതാവില്ല, ഒന്നുമില്ല. അപ്പൊ മനുഷ്യനില്ലാത്ത ഒരു കാലത്ത് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, ആകാശമില്ലേ? ഭാസ്കരേട്ട ഇല്ലേ? ദേവ ഇല്ലേ? മനുഷ്യനില്ലാത്ത കാലത്ത് ആകാശവും ഭൂമിയും സാഗരങ്ങളും ഇല്ലേ? ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറ. ഉണ്ട് എന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ എന്റെ അടുത്ത ചോദ്യം, അതാര് സൃഷ്ടിച്ചു? മുഹമ്മദ് നബി ഇല്ലാത്ത കാലത്ത്, ശ്രീരാമനില്ലാത്ത കാലത്ത്, ശ്രീകൃഷ്ണനില്ലാത്ത കാലത്ത്, അമ്മയും ദേവിയും സ്വാമിയും രവിശങ്കറും ഒന്നുമില്ലാത്ത കാലത്ത്, സ്വാമിജിയും ഞാനും ഒന്നുമില്ലാത്ത കാലത്ത്, മനുഷ്യവാസമില്ലാത്ത കാലത്ത് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചവൻ ആര്? അന്നുമുണ്ടല്ലോ സൂര്യൻ, അന്നുമുണ്ടല്ലോ ചന്ദ്രൻ, അന്നുമുണ്ടല്ലോ ആകാശം, അന്നുമുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്കറിയില്ലേ ശ്രീരാമൻ ജനിക്കുന്ന അവസ്ഥാവിശേഷത്തെ കുറിച്ച്? ദശരഥ മഹാരാജാവ് പുത്രകാമേട്ടി യാഗം നടത്തി. യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും കഴിച്ച് കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ജനിക്കുമ്പോ അവരൊക്കെ ഇവിടെയുണ്ട്, ആകാശവും ഭൂമിയുമുണ്ട് അല്ലെ? ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിക്കുമ്പോ 7 മക്കളെ ദേവകി ഇവിടെ പ്രസവിച്ചു ഈ ഭൂമിയിൽ. യേശുക്രിസ്തുവിന്റെ മാതാവ് കന്യാമറിയം യേശുക്രിസ്തുവിന് ജന്മം നൽകി. ആമിന അബ്ദുള്ളയുടെ ദമ്പതികളായി മുഹമ്മദ് ജനിച്ചു. എല്ലാം ഈ ഭൂമിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ? ഇവരൊക്കെ ജനിച്ചപ്പോ ഭൂമി ഇവിടെയുണ്ട്. എങ്കിൽ ഇസ്ലാം മനുഷ്യരോട് ചോദിക്കാൻ, ലോകത്തിലെ എല്ലാ വേദങ്ങളും ചോദിച്ചു ആ ചോദ്യം, മനുഷ്യരെ ഈ ഭൂമിയെ സൃഷ്ടിച്ചവൻ ആര്? അവനാണ് സാക്ഷാൽ ഈശ്വരൻ. അവനെ ആരാധിച്ചാൽ എല്ലാ പ്രശ്നവും തീർന്നു. ഒറ്റ കാര്യം, ബല ഈ ഭൂമി നമുക്ക് സംവിധാനിച്ച ദൈവം സാക്ഷാൽ ഈശ്വരൻ. യാ അയ്യുഹന്നാസ് അഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഖുർആനിലെ 2-ാം അധ്യായം 21-ാമത്തെ വചനം. വചനത്തിന്റെ അർത്ഥം എന്താണ്? അല്ലയോ മനുഷ്യരെ. കണ്ടോ, നമ്മളൊക്കെ പെട്ടു. സ്വാമിജി വന്നു, അച്ഛൻ വന്നു, ഇവിടെ എല്ലാവരും, MLA വന്നു, പഞ്ചായത്ത് നേതൃത്വത്തിലുള്ളവർ വന്നു, എല്ലാവരും, ഈ കേൾക്കുന്ന മുഴുവൻ ആളുകളും, നാളെ ഇത് കേൾക്കാൻ പോകുന്നവരും, അവരെല്ലാം വന്നു. ഈ മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുക.
എങ്കിൽ ഞാൻ ചോദിക്കുന്നു, സ്വാമിജിക്ക് അഭിപ്രായമില്ല ശ്രീനാരായണ ഗുരുവാണ് സ്വാമിജിയെ സൃഷ്ടിച്ചതെന്ന്? ഇല്ല. യേശു ക്രിസ്തുവാണെന്ന് ഒരൊറ്റ ഹിന്ദു ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് സ്വാമിമാരുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്, ഒരുപാട് സ്വാമിമാരുടെ കൂടെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു സ്വാമിജിയും ഇന്ന് വരെ ശ്രീരാമനാണ് ശ്രീകൃഷ്ണനാണ് എന്നെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, പറയില്ല. യേശു ക്രിസ്തുവിനെ സൃഷ്ടിച്ചെന്ന് ഫാദറും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇല്ല, ഒരിക്കലും പറയില്ല. മുഹമ്മദ് നബിയാണ് തന്നെ സൃഷ്ടിച്ചതെന്നൊരു മുസ്ലിം പറയില്ല. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, മുഹമ്മദ് നബിയെയും ശ്രീരാമനെയും യേശു ക്രിസ്തുവിനെയും നമ്മൾ ആരാധിക്കുന്ന മുഴുവൻ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സാക്ഷാൽ ദൈവത്തെ കണ്ടെത്തുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു. നമുക്ക് വായു നൽകിയ നിങ്ങൾ നോക്ക്, മാതാമൃതാനന്ദമേ, ഞാൻ അവിടെ പോയിട്ടുണ്ട്, പുട്ടപ്പുറത്തി പോയിട്ടുണ്ട്, രവിശങ്കർ പോയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ എന്നെ ചിന്തിപ്പിച്ച വിഷയം എന്താ അറിയോ? എന്നെ പോലെ വായു ശ്വസിക്കുന്നു. രവിശങ്കർ കോഴിക്കോട് വന്നു. ഞാൻ ആദ്യമായി അതിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്റെ ഒരു സുഹൃത്താണ്. ഞാൻ ചോദിച്ചു, രവിശങ്കറിന് രാവിലെ എന്തായിരുന്നു ഭക്ഷണം? അപ്പൊ ആ ഭക്ഷണം അദ്ദേഹം വിശദീകരിച്ചു. ഉച്ചക്ക് എന്തായിരുന്നു വിശദീകരിച്ചു. നമ്മളെപ്പോലെ ഭക്ഷണം ആവശ്യമുള്ള, വിശപ്പുള്ള, ക്ഷീണമുള്ള, തളർച്ചയുള്ള ആളുകളെ ദൈവമായി ആരാധിക്കുന്ന മുസ്ലിം സമൂഹത്തിൽ നിങ്ങൾക്ക് കാണാം. ഇതെല്ലാ സമൂഹത്തിലുണ്ട്. സാക്ഷാൽ മതം ഇത് പഠിപ്പിച്ചില്ലെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. നിങ്ങൾ എന്നോട് സങ്കടമൊന്നും തോന്നരുത്. ഇത് നിങ്ങളെ പറഞ്ഞറിയിക്കൽ എന്റെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരു ദിവസം വരുമെന്ന ഉറച്ച വിശ്വാസമാണ് എന്നെ നിങ്ങളെ ഇത് എത്തിക്കുക. ഇതനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ ഞാൻ വാളെടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു മതമല്ല ഇത്. മറിച്ച് ഇങ്ങനെ ഒന്നുണ്ട്, അത് നിങ്ങളെ അറിയിക്കേണ്ട ബാധ്യത. മോനെ, ഈ വണ്ടിയുടെ നെട്ടുമ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഈ ടയർ ഇപ്പൊ പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ ഊരിപ്പോവും എന്നൊരു മെസ്സേജ് അത് അറിഞ്ഞ ഒരാൾ പാസ് ചെയ്യുക. അത്രേ ഞാനും ചെയ്യുന്നുള്ളൂ. അവിടെ ഏകം സത് ബഹുധാ വിപ്രാവദന്തി യോ ദേവാ നാം നാമഥ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ. ഋഗ്വേദത്തിന്റെ 10ാം മണ്ഡലം 121ാമത്തെ സൂക്തം 1ാമത്തെ ഋക്കിൽ പറയുന്നുണ്ടെന്നറിയോ? ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സദാധാര പൃഥിവിയും ധ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാവിധേമ. ഈ മഹാപ്രപഞ്ചത്തിന്റെ ആകാശഭൂമികളും സർവ്വചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന സാക്ഷാൽ പടച്ചതമ്പുരാൻ അല്ലേ? ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോ ലോകത്തിന്റെ സൃഷ്ടാവാണെന്ന് ഒരു ഹൈന്ദവനും വിശ്വസിച്ചിട്ടില്ല. അതുപോലെ ഭീമ ഉമ്മിച്ച എന്ന് പറയുമ്പോ ലോകത്തിന്റെ സൃഷ്ടാവാണ് അവരെന്ന് ആരും വിശ്വസിച്ചിട്ടില്ല. സാക്ഷാൽ ലോകത്തിന്റെ സൃഷ്ടാവ്. നിങ്ങൾ നോക്കൂ, ഏറ്റവും പ്രഥമമായ കൽപ്പനയെക്കുറിച്ച്, ഏറ്റവും ശ്രദ്ധേയമായ കൽപ്പനയെക്കുറിച്ച് ഫാദറോട് പറഞ്ഞു സ്നേഹമാണ്. യഥാർത്ഥത്തിൽ അല്ല, ഫാദറോട് ഇരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ബൈബിളിൽ അതല്ല. ബൈബിളിലെ മാർക്കോസിലെ 12ാം അധ്യായം 29ാമത്തെ വചനത്തിൽ യേശുക്രിസ്തുവിനോട് ചോദിക്കുക, വേദത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്താണ്? ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം എന്താണ്? അതിന് യേശുക്രിസ്തു നൽകിയ മറുപടി എന്താണെന്നറിയുമോ? വളരെ ഗംഭീരമാണ്. 12ാം അധ്യായം, മാർക്കോസിന്റെ 12ാം അധ്യായം 29ാമത്തെ ശ്ലോകം. ഇസ്രായേലേ കേട്ടാലും, ഇസ്രായേലെ കണ്ട മുഴുവൻ ആളുകളെ, ആ ഗോത്രത്തെ മുഴുവനും വിളിച്ചു പറഞ്ഞു, ഇസ്രായേലേ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, മൂന്നാളെന്നല്ല, ഏക കർത്താവ്, അവനെ പൂർണ്ണ, അവനെ, അവരെ അല്ല, സിംഗുലർ പ്ലൂറൽ അല്ല, അവനെ, ഏകത്വം, ഏകത്വം, ആ ഏകനായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ ആരാധിക്കുക എന്നതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 7ാം അധ്യായം 21 യേശുക്രിസ്തു പറയുന്ന വാക്കെന്താണെന്നറിയുമോ? കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവർ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്താ പിതാവിന്റെ ഹിതം? ഈശ്വരന്റെ ഹിതം എന്താണ്? 10 കമാൻഡ്മെന്റ്സ് വായിച്ചോളൂ നിങ്ങൾ. മോസസ് പ്രവാചകൻ നൽകിയ 10 കമാൻഡ്മെന്റ്സ് 20ാം അധ്യായം പുറപ്പാട് 1 മുതൽ 6 വരെയുള്ള വചനം. മിസ്രയീം ദേശത്തു നിന്നും, അടിമഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലുള്ളതിന്റെയോ താഴെ ഭൂമിയിലുള്ളതിന്റെയോ വെള്ളത്തിനടിയിലുള്ളതിന്റെ ഒന്നിന്റെയും പ്രതിമ അരുത്. അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്.